പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI FIR-ൽ ഒരാളുടെ പേര് കൂടി ചേർത്തിരിക്കുന്നു. അജ്ഞാതനെന്നാണ് ഇപ്പോൾ അറിയപ്പെട്ടിരിക്കുന്നത്. ആ പേര് ചേർത്തിട്ടില്ല, പക്ഷേ ഒരാളെ കൂടി പ്രതി ചേർക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പൂക്കോട് ഹോസ്റ്റലിലും സിദ്ധാർത്ഥനെ മർദ്ദിച്ച മുറിയിലും CBI പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി. നാളെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിന്റെ മൊഴിയെടുക്കും. മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഇന്ന് വയനാട്ടിലെത്തും. ദീപക് ചേരുന്നു നമുക്കൊപ്പം. ദീപക്, CBI ഏത് രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നേരത്തെയുള്ള പ്രതികളെ കൂടാതെ ഒരാളെ കൂടി പ്രതി ചേർത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ പൂക്കോടും തെളിവെടുപ്പ് നടന്നു. നാളെ അച്ഛൻ്റെ മൊഴിയെടുക്കും. എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പൂക്കോട്? അരുൺകുമാർ, കഴിഞ്ഞ ദിവസമാണ് ഈ ഡൽഹിയിൽ നിന്നുള്ള 4-അംഗ CBI അന്വേഷണ സംഘം വയനാട്ടിലെത്തിയത്. ഇവർ വയനാട്ടിലെത്തി. അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും വയനാട്ടിലേക്ക് എത്തുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വയനാട് പൂക്കോട് സർവകലാശാല സന്ദർശിക്കും. കഴിഞ്ഞ ദിവസം CBI കോളേജിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയിരുന്നു. ഈ സിദ്ധാർത്ഥന് മർദ്ദനമേറ്റ മുറിയും അതുപോലെ തന്നെ ഹോസ്റ്റലും കോളേജ് ക്യാമ്പസും അടക്കം CBI സംഘം പരിശോധിച്ചു. ഡൽഹി യൂണിറ്റിലെ SP സുന്ദർവേലിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് വയനാട്ടിലെത്തിയ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത്. മലയാളി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 4 പേർ കൂടി അടുത്ത ദിവസം അന്വേഷണ സംഘത്തോടൊപ്പം ചേരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ നേരത്തെ പോലീസിന്റെ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിന്റെ രേഖകളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും ഒപ്പം പോലീസിൽ നിന്നുള്ള സംശയ നിവാരണത്തിനും ശേഷമാണ് സിദ്ധാർത്ഥൻ പഠിച്ച കോളേജ് ഹോസ്റ്റലും ക്യാമ്പസും അടക്കം CBI സന്ദർശിച്ചത്. കേസ് ഡയറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി കോടതിയിൽ CBI ഏതായാലും അടുത്ത ദിവസം തന്നെ അപേക്ഷ നൽകുന്നുണ്ട്. നേരത്തെ 20 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ 130ഓളം വിദ്യാർത്ഥികൾ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി നേരിട്ട് പങ്കുള്ള അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ മർദ്ദിച്ച വിവരം കണ്ടിട്ടുള്ള 130ഓളം വിദ്യാർത്ഥികൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ കുടുംബത്തിന്റെ ആരോപണം ഉണ്ടായിരുന്നു. 20 പേരിൽ കൂടുതലായി 4 പേർ കൂടി ഈ കേസിൽ നേരിട്ട് ബന്ധമുള്ള 4 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. അവരെയും എത്രയും വേഗം പിടികൂടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് നാളെ CBI സംഘത്തിന് മൊഴി നൽകുന്നുണ്ട്. നാളെ രാവിലെ വയനാട്ടിൽ കൽപ്പറ്റയിലെത്തിയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശുമായി ഈ CBI സംഘം സംസാരിക്കുന്നത്. നേരത്തെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശുമായി ഫോണിൽ CBI സംഘം സംസാരിച്ചിരുന്നു. സൗകര്യപ്രദമായ ഒരു ദിവസം നൽകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നാളെ വയനാട്ടിലെത്താമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയത്. ഏതായാലും മൊഴി രേഖപ്പെടുത്തുന്ന സ്ഥലം ഇന്ന് അറിയിക്കാമെന്നാണ് CBI ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ പിതാവിനെ വിവരം അറിയിച്ചത്. സിദ്ധാർത്ഥന്റെ സഹപാഠികളടക്കം 20 പേരാണ് ഇപ്പോൾ നിലവിൽ. ദീപക്കാണ് വിവരങ്ങൾ നൽകുന്നത്. പൂക്കോട് CBIയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് പൂക്കോട് സർവകലാശാലയിൽ സിദ്ധാർത്ഥനെ മർദ്ദിച്ച സ്ഥലങ്ങളിലെല്ലാം CBI തെളിവെടുപ്പ് നടത്തും. ഒപ്പം സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിന്റെ മൊഴിയും രേഖപ്പെടുത്തും എന്നാണ് അറിയുന്നത്.